ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ മരുമകളെ അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റണം. ആ ചടങ്ങാണ് നടക്കാനിരിക്കുന്നത്. അതിനായിട്ട് എല്ലാവരും റെഡിയാവുകയാണ്. നയന കാരണമാണ് താലി അഴിഞ്ഞു വീണത് എന്നുള്ള ഒരു പ്രചാരണവും അതിൻ്റെ പേരിലുള്ള വഴക്കും ബഹളവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ദേവയാനിയും ജലജയും ജാനകിയും എല്ലാം നയനയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം നയന കാരണമാണ്, നയന മുറുക്കി കെട്ടാത്തത് കൊണ്ടാണ് താലി അഴിഞ്ഞ് താഴെ വീണത്, നയന അഴിച്ചിട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയനെ എതിർത്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, വെറുതെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം നിങ്ങൾ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ എതിർത്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം എല്ലാവരും അവിടുന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ അനന്തപുരി തറവാട്ടിൻ്റെ മുറ്റത്ത് എത്തുകയാണ്. ആദ്യമേ തന്നെ എത്തുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും, നയനയും ആദർശും ആബിയും നവ്യയും എല്ലാവരും എത്തുന്നുണ്ട്. ജാനകി, ദേവയാനി, ജലജ എല്ലാവരും ഉണ്ട്, മുത്തശ്ശിയുമുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അനിയും അനാമികയും കൂടെ കാറിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവരിറങ്ങി വരുമ്പോൾ അവരെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റേണ്ട ചടങ്ങുണ്ട്. അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നയന മോളെ നീ ചെന്ന് വിളക്കെടുത്തിട്ട് വാ, എന്നിട്ട് അനാമിക മോളെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ശരി മുത്തശ്ശി ഞാൻ പോകാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയാണ് കേട്ടോ, നമ്മുടെ അനാമികയുടെ അമ്മ, അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടേ. അപ്പോൾ അനാമികയുടെ അമ്മ രേവതി പറയാണ്, വേണ്ട, നയനെ എൻ്റെ മോളെ സ്വീകരിച്ച് കയറ്റണ്ട, അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താ രേവതി അങ്ങനെ പറയുന്നത് നിങ്ങൾ എന്ന് പറയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇപ്പോൾ വിവാഹവേദിയിലുണ്ടായ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, മനഃപൂർവ്വം താലി അഴിച്ചിട്ടത് കൊണ്ടല്ലേ ആ താലി താഴെ വീണത്. ആ താലി താഴെ വീണത് ഒരു അശുഭകരമായ കാര്യമായിട്ട് എല്ലാവർക്കും തോന്നുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇവളാണ്, ഈ നയനയാണ്. അങ്ങനെ ഒരു പണി ഒപ്പിച്ചവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല എൻ്റെ മോൾ ഈ വീട്ടിലേക്ക് വന്ന് കയറണമെന്ന്. അവളുടെ സന്തോഷവും സമാധാനവും ഒന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവളോടുള്ള അസൂയ കൊണ്ടല്ലേ നയനെ അങ്ങനെ ചെയ്തത്. അപ്പോൾ പിന്നെ നയനയെ കൊണ്ട് വിളക്ക് എടുത്ത് സ്വീകരിച്ച് കയറ്റുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നയനയാണ് ഈ വീട്ടിലെ ഇപ്പോഴുള്ള മൂത്ത മരുമകൾ, അതുകൊണ്ട് നയന തന്നെയാണ് വിളക്കെടുത്തുകൊണ്ട് വരേണ്ടത്, നയനയാണ് ഇളയ മരുമകളായ അനാമികയെ സ്വീകരിച്ച് കയറ്റേണ്ടതും എന്ന് പറയുക. അപ്പം രേവതിയും വേണുവും എല്ലാം എതിർക്കുന്നുണ്ട്. അത് വേണ്ട, ഞങ്ങൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ അത് ഏറ്റുപിടിച്ചിട്ട് ഉടനെ തന്നെ ജലജയും പറയാണ്, അവർ പറഞ്ഞതും ശരിയല്ലേ, നമ്മളും കണ്ടതല്ലേ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ നമ്മുടെ ജാനകിയും പറയുക, ശരിയാ, നയന വേണ്ട, നയന സ്വീകരിക്കേണ്ട, എൻ്റെ മരുമകളാണ് അനാമിക, അനാമികയെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതല്ലല്ലോ നമ്മുടെ കീഴ്വഴക്കം, നയനമോളാണല്ലോ സ്വീകരിക്കേണ്ടത് എന്ന് പറയാണ്. അപ്പം പറയാണ്, അത് വേണ്ട, നയനെ അത് ചെയ്യേണ്ട, അവളുടെ മനസ്സിലിപ്പോൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഒരു സന്ദർഭത്തിലല്ല, പല സന്ദർഭത്തിലും കള്ളക്കൂട്ടങ്ങളാണ്. ഇവരുടെ കള്ളത്തരങ്ങൾ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ അനിയൻ്റെയും അനാമികയുടെയും വിവാഹം നടക്കുന്നതിന് ഇവക്കുള്ള കുശുമ്പ്, അതുകൊണ്ട് എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നയന വിളക്കെടുത്ത് കയറ്റണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ ദേവയാനിയും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ജാനകി തന്നെ അത് ചെയ്യട്ടെ, ഇവളോട് ആർക്കും താല്പര്യമില്ലല്ലോ, ഇവളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല, എന്തിനാ അമ്മ ഇങ്ങനെ എപ്പോഴും ഇവളെ തന്നെ പൊക്കി വയ്ക്കുന്നത്, ഇവൾ തന്നെ വിളക്കെടുത്തെങ്കിലേ സ്വീകരിക്കാവുന്നൊന്നും ഇല്ലല്ലോ, അനിയുടെ അമ്മയല്ലേ ജാനകി, ജാനകി വിളക്ക് കത്തിച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് അനാമികയെ സ്വീകരിച്ച് കയറ്റാം. ഏതായാലും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ല നയന വിളക്കെടുക്കുന്നതിനോട്, ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, ഞങ്ങളാരും അവളെ ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് കണ്ടിട്ടുമില്ല, അതുകൊണ്ട് തന്നെ ജാനകി തന്നെ ചെയ്യട്ടെ, നയന ചെയ്യണ്ടെന്ന് പറയാം. അപ്പോൾ എല്ലാവരും നയനയെ കുറ്റപ്പെടുത്തുവാണ് കേട്ടോ. അപ്പം നവ്യ വന്നിട്ട് പറയുന്നുണ്ട്, അതെന്താ നയന വിളക്കെടുത്താൽ എന്താ, നയനയിലെ ആദർശിൻ്റെ ഭാര്യ, ഇവിടുത്തെ മൂത്ത മകൻ ആദർശാണ്, ആദർശിൻ്റെ ഭാര്യയായ നയന, അങ്ങനെയാണല്ലോ ഈ കുടുംബത്തിലെ പാരമ്പര്യം എന്ന് നവ്യ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ജലജയോട്. ജലജ അപ്പോൾ പതുക്കെ ഒന്ന് അടങ്ങുന്നൊക്കെയുണ്ട്. പക്ഷേ ആരും സമ്മതിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ നയനയ്ക്ക് ആകെ വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആദർശ് മുമ്പോട്ട് വരുന്നത്. ആദർശ് വന്നിട്ട് പറയണം,
നയന കാരണമാണോ താലി അഴിഞ്ഞു വീണതെന്ന് ചോദിക്കുകയാണ്. അപ്പം അതല്ലാതെ പിന്നെ ആര് കാരണമാണെന്ന് ജാനകി പറയുക. അപ്പോഴേക്കും ആദർശ് പറയാണ്, നിങ്ങളിങ്ങനെ സംസാരിക്കരുത്, ചെറിയമ്മ എന്തുദ്ദേശിച്ച ഈ പറഞ്ഞതെന്ന് എനിക്കറിയാം. നയന കാരണം അല്ല താലി അഴിഞ്ഞു വീണത്. ആ സമയത്ത് എന്തോ അനി അത് കെട്ടിയത് മുറുകാഞ്ഞിട്ടോ അങ്ങനെ വല്ലതും ആയിരിക്കും. നിങ്ങളെല്ലാവരും നയനെ കുറ്റപ്പെടുത്തണ്ട. നയനയ്ക്ക് ഒരു അസൂയയില്ല. നയനയും ഞാനും ഒക്കെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിവാഹം നടന്നത്. അനാമികയെ തട്ടിക്കൊണ്ട് പോയവരിൽ നിന്ന് നയനയും നന്ദുവും കൂടി പോയല്ലേ അവളെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയുമ്പോൾ അനാമിക പറയും, അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അങ്ങനെ ആരും പറയണ്ട, ഈ വിവാഹം നടക്കാൻ കാരണം നയനയാണ്. നയനയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഈ വിവാഹം നടന്നത്, ഇല്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ ആദർശും പറയാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ ജാനകി അങ്ങ് സമ്മതിക്കുന്നേ ഇല്ല, ഈ വേണ്ട എന്നൊക്കെ പറയുക. നയനെ സ്വീകരിക്കേണ്ടെന്ന് പറയാണ്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, വേണ്ട, എന്നെ സ്വീകരിക്കേണ്ട, എന്നോട് കുശുമ്പുള്ളത് കൊണ്ടല്ലേ ആ സമയത്ത് അവിടെ നിന്ന് മാറിയത്. ഇതൊന്നും കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് വിവാഹ മണ്ഡപത്തിൽ നിന്ന് മാറി പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾ എന്നെ സ്വീകരിച്ച് ഈ വീട്ടിലേക്ക് കയറ്റണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് പറ്റില്ല എന്ന് പറയുകയാണ്. ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണ്, മൂത്ത മരുമകൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. നയനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഭാര്യയാണ് അവൾക്ക് തന്നെയാണ് ഈ വീട്ടിൽ മറ്റ് 2 മരുമക്കളെക്കാളും സ്ഥാനമുള്ളതും. ആദ്യം ഈ വീട്ടിൽ കയറിയതും അവൾ തന്നെയാണെന്ന് പറയുമ്പം ജാനകി ഉടനെ പറയുന്നുണ്ട്, ആ കയറിയതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. മുഖം മറച്ചല്ലേ അവൾ വന്നത്. എൻ്റെ മരുമകൾ മുഖം മറച്ചൊന്നുമല്ല, മാന്യമായ രീതിയിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഏറ്റവും സ്ഥാനം എൻ്റെ മരുമകൾ അനാമികയ്ക്ക് തന്നെയായിരിക്കും എന്ന് ജാനകി പറയുമ്പം ആദർശ് പറയാം, അങ്ങനെയൊന്നും പറയാൻ ആരും വരണ്ട. ഞാൻ മനസ്സുകൊണ്ട് സ്വീകരിച്ചതാണ് നയനെ, എൻ്റെ ഭാര്യയാണ് അവൾ. ആദ്യമൊക്കെ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അവളെ ഞാൻ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് സ്വീകരിച്ചതാണ്. ആർക്കും അവളെ കുറ്റം പറയാൻ അവകാശമില്ല. എല്ലാത്തിനും അവളുടെ തലയിലേക്ക് പഴി ചാരാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ദേവയാനിയൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ആദർശ് ഇങ്ങനെയൊക്കെ പറയുമല്ലോ എന്ന് ഓർത്തപ്പം ദേവയാനിക്ക് ഒരു ബുദ്ധിമുട്ടായി. ആദർശ് എന്ന് വിളിക്കുകയാണ് ദേവയാനി. അപ്പോൾ പറയുന്നുണ്ട് ആദർശ്, അമ്മയെ ഒന്നും സംസാരിക്കേണ്ട, നയന ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നുള്ള കാര്യം എനിക്കറിയാം. നന്ദുവിനെ കാണാൻ ഞാനും അവളും കൂടിയാണ് പോയത്, അല്ലാതെ താലി അഴിച്ചിട്ടിട്ട് പോയതൊന്നുമല്ല. നട്ടാ കുരുക്കാത്ത നുണ പറഞ്ഞ ആരും ഫലിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് ആദർശ് പറയാണ് ദേവയാനിയോടും. അപ്പോൾ ദേവയാനിക്ക് പിന്നെ പറയാൻ മറുപടിയൊന്നുമില്ല. അപ്പോഴേക്കും മുത്തശ്ശി ഇടപെടുക. മുത്തശ്ശി പറയുന്നുണ്ട്, ശരി ആദർശ് പറഞ്ഞത്, എന്താ കുഴപ്പം, നയന തന്നെ വിളക്കെടുക്കട്ടെ, അല്ലാതെ നയനെ അങ്ങനെ ഒരു ദുഷ്പ്രവൃത്തിയും ചെയ്യല്ല. ഈ കുടുംബത്തിലെ ഐശ്വര്യമാണ് നയന, ഈ കുടുംബത്തിലുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത് തന്നെ. അങ്ങനെയുള്ള ഒരു നയന അങ്ങനെ ഒരു തെറ്റായ കാര്യമൊന്നും ചെയ്യല്ല. അതുകൊണ്ട് തന്നെ നയനെ തന്നെ വിളക്കെടുത്ത് സ്വീകരിക്കും. മോളെ നയനെ വിളക്കെടുത്തുകൊണ്ട് വാ എന്ന് പറയാണ്. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ആദർശ് കൂടി സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പം നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ നയന തന്നെ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. കൊണ്ടുവന്ന് നമ്മുടെ അനാമികയെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അനാമികയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല, പിന്നെ എതിർക്കാൻ പോവാണ്, ഞങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അപ്പം വേണു പതുക്കെ എങ്ങനെയും കയറി കൂടണ്ടേ. വേണു പറയണേ, നീ മിണ്ടാതിരിക്കേ, ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നയന അനാമികയെയും അനിയെയും കൂടി സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിച്ച് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അകത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഇനിയാണ് അനന്തപുരിയിലെ അടിപൊളി പ്രശ്നങ്ങളും അടിപൊളി എപ്പിസോഡുകളും വരാൻ പോകുന്നത്. അതിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക്